ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുമ്പോൾ അമവി ഭരണാധികാരികളുടെ കാലഘട്ടത്തിലെ ഇറാഖിന്റെ ഗവർണറായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. കഫാ ബിഹി ളാലിമ. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത് ഹജ്ജാജ് ഇബ്നു യൂസുഫ് അക്രമിയാണ് എന്നതിൽ ഒരു സംശയമില്ല. അങ്ങനെയായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഭരണാധികാരി ഭയങ്കര അക്രമിയ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന സാത്വികനായ മഹാപണ്ഡിതനെ ദാരുണമായി കൊല ചെയ്ത ഭരണാധികാരിയാണ് ഇയാൾ. ഒരുപാട് ആളുകളെ ദാരുണമായി കൊന്നുകളഞ്ഞിട്ടുള്ള നിഷ്കരുണം. മാഹാൻ എന്ന് പറയുന്ന അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ ജീവിച്ചിരിക്കുന്ന കാലം. ആ പണ്ഡിതനെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് വിളിച്ചു വരുത്തി, തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മഹാനായ അല്ലാമ മാഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അതൊരു മഹാനായിരുന്നു, പേര് മാഹാൻ എന്നാണ് കേട്ടോ. മാഹാൻ മഹാനായ ഒരു ആളായിരുന്നു മാഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. മാഹാൻ എന്ന് പറയുന്ന ഈ പണ്ഡിതനെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് വിളിച്ചു വരുത്തുന്നു കൊട്ടാരത്തിലേക്ക്. എന്തിനാ വിളിച്ചെന്നറിയോ? നിങ്ങൾ ഇറാഖിന്റെ ചീഫ് ജഡ്ജായിട്ട് അധികാരമേൽക്കണം. ഇറാഖിന്റെ ചീഫ് ജഡ്ജ്, ആ പോസ്റ്റിലേക്ക് നിങ്ങളെ ഞാൻ നിയമിക്കുന്നു എന്ന ഓഫർ ലെറ്ററായി കൊടുക്കുന്നത്. ആരും സ്വീകരിക്കൂലേ? വേണ്ടെന്ന് ആരാ പറയാ? ഒരു വക്കീൽ പണി കിട്ടാൻ തന്നെ എത്രയാ നമ്മൾ അധ്വാനിക്കുന്നത്, എത്രയാ റെക്കമെൻഡേഷന് പോകുന്നത് ഒരു കോർട്ടിൽ ജോലി കിട്ടാൻ വേണ്ടി. സുപ്രീം കോർട്ടിന്റെ സുപ്രീം ജഡ്ജിയായിട്ട് മഹാനായ മാഹാൻ എന്നിവരെ നിയമിക്കാൻ വേണ്ടി ഹജ്ജാജ് ഇബ്നു യൂസുഫ് തീരുമാനിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വലിയ ആലിമാൻ, നിങ്ങൾ പണ്ഡിതനാണ്, സൂക്ഷ്മതയുള്ള ആളാണെന്ന് എനിക്കറിയാം. മഹാനവരുടെ മറുപടി എന്താണെന്നറിയോ? ഹജ്ജാജ് ഇബ്നു യൂസുഫേ, നിങ്ങൾ എങ്ങനെയാണ് എന്നെ ഈ അധികാരം ഏൽപ്പിക്കുന്നത്, ചീഫ് ജഡ്ജാക്കുന്നത്? 1 മുതൽ 10 വരെ എണ്ണാൻ പോലും എന്നെ കൊണ്ട് അറിയില്ലല്ലോ, എനിക്കത് വേണ്ട. നോക്കണേ, 4 മദ്ഹബിന്റെ ഇമാമുമാരിൽ 2 മഹാന്മാർ, ഇമാമുന ശാഫിഈ, ഇമാമായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഹനഫി മദ്ഹബിന്റെ ഇമാമും ഷാഫിഈ മദ്ഹബിന്റെ ഇമാം. ഈ 2 മഹാന്മാരും അധികാരം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, ചീഫ് ജഡ്ജാവണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട ആളുകളാണ്. ഞങ്ങൾക്കത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഒരു ജോബ് ഓഫർ കിട്ടുമ്പോഴേ ആരാ വേണ്ട എന്ന് പറയാറുള്ളത്? ഇമാം ഷാഫി ഞങ്ങൾ പറഞ്ഞു എനിക്ക് വേണ്ട, അബൂ ഹനീഫ ഞങ്ങൾ പറഞ്ഞു എനിക്ക് വേണ്ട. ഇതിന്റെ പേരിൽ 2 ആളെയും ജയിലിൽ ഇറക്കപ്പെടുകയുണ്ടായി, ഒരു ഓഫർ നിരസിച്ചതിന്റെ പേരിൽ. അതുതന്നെയാണ് അല്ലാമ മാഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്യുന്നത്. കാരണം അന്നത്തെ ഭരണാധികാരികൾ എന്താണോ തീരുമാനിക്കുന്നത് അതിലെ നേരും നെറിയും നോക്കാതെ, സത്യവും അസത്യവും നോക്കാതെ, ധർമ്മവും അധർമ്മവും നോക്കാതെ നിരപരാധികളായ ആളുകളെപ്പോലും ശിക്ഷിക്കാൻ വിധി പറയേണ്ടി വരും. അധികാരികൾക്ക് വേണ്ടി തങ്ങളുടെ കസേരകൾ ഉപയോഗിക്കേണ്ടി വരും, തങ്ങളുടെ നിയമങ്ങളെ മാറ്റിമറിക്കേണ്ടി വരും. അത് ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഇമാമുൻ അദ്ലുൻ, നീതിമാനായ ഭരണാധികാരികൾക്കേ നാളെ രക്ഷപ്പെടാൻ കഴിയൂ, അല്ലാത്തവർ നാളെ കഷ്ടപ്പെടും എന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങളുടെ ആ ഹദീസുകൾ ഇവർക്ക് ഓർമ്മയുണ്ട്. മഹാൻ തങ്ങൾ പറഞ്ഞു, ഹജ്ജാജ് ഇബ്നു യൂസുഫേ, 1 മുതൽ 10 വരെ എണ്ണാൻ പോലും അറിയാത്ത എന്നെയാണോ നിങ്ങൾ എന്നെ നിങ്ങൾ ചീഫ് ജഡ്ജാക്കി നിയമിക്കുന്നത്? ഇയാൾക്ക് ചൂടായി. നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കുകയാണോ? നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കുകയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്താ വിഡ്ഢിത്തരം കളിക്കുകയാണോ എന്ന് ചോദിച്ചു. മഹാനായ ഈ മഹാൻ തങ്ങളെ കുറിച്ച് പറഞ്ഞു, അൻത മുറാഇൻ, നിങ്ങൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പണ്ഡിതനാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ്, നിങ്ങൾ ഷോ ഓഫ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ഇങ്ങനെ സെൽഫ് പ്രൗഡാണ്, ആളുകളുടെ മുമ്പിൽ നിങ്ങൾ എന്തോ വലിയ ആളാണെന്ന് നടിക്കുന്ന ആളാണ്, നിങ്ങൾ ആലിമാണെന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ്. ഇതൊക്കെ പറയാൻ തുടങ്ങി. ഒരൊറ്റ ഓട്ടം മഹാനവറുകൾ ദിജലയുടെ മുമ്പിലേക്ക്. ദിജല എന്ന് പറയുന്നത് ഇറാഖിലൂടെ ഒഴുകുന്ന ലോക പ്രശസ്തമായ നദിയാണ് ടൈഗ്രിസ് നദിയിൽ തൊട്ടടുത്താണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കൊട്ടാരത്തിന്റെ ഒരൊറ്റ ഓട്ടം മഹാനവറുകൾ. അപ്പൊ ആളുകളൊക്കെ പിന്നാലെ കൂടി, കാരണം അറിയപ്പെട്ട പണ്ഡിതനാണ്, എല്ലാവരും പിന്നാലെയുണ്ട്. ദിജല നിറഞ്ഞൊഴുകുകയാണ്. ആ നിറഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ അരികത്ത് നിന്ന് മഹാനവറുകൾ ആ ഒരു ക്ലിഫിൽ നിൽക്കുകയാണ്. അതിന്റെ തെല്ലത്ത് ചാടിയാൽ വെള്ളത്തിലേക്കാണ്. അല്ലാഹുമ്മ ഇൻ കുൻതു മുറായിയൻ ഫഗ്രിഖ്നി. നിറഞ്ഞൊഴുകുന്ന ദിജല നദിയുടെ മുമ്പിൽ
മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ ഇൻ കുൻതു മുറായിയൻ ഫഅഗ്രിഖ്നി, എന്നെപ്പറ്റി പറയുന്നത് ഞാൻ ആളുകളെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന ആളാണെന്നാണ്. പടച്ചവനെ, ഞാൻ അങ്ങനെ റിയാഉം സുംഅത്തും ലോകമാന്യവും ആളുകളുടെ മുമ്പിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് എനിക്കുണ്ടെങ്കിൽ ഫഅഗ്രിഖ്നി, ഈ വെള്ളത്തിൽ എന്നെ മുക്കിക്കളയണമേ എന്ന് പറഞ്ഞ് ദിജ്ലയിലേക്കൊരു ചാട്ടം മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി, മൂന്നാളെ മുക്കാൻ മാത്രം വെള്ളമുള്ള ആഴമുള്ള ദിജ്ലയിലേക്ക് മഹാനായ മഹാൻ തങ്ങൾ ചാടി എന്ന് മാത്രമല്ല, ആ മഹാനവറുകൾ വെള്ളത്തിൽ മേലോട്ട് പൊങ്ങി വന്ന കറാമത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. മുങ്ങിയിട്ടില്ല മഹാനവറുകൾ, മുങ്ങിയില്ല എന്ന് മാത്രമല്ല, കരയിലേക്ക് അടുക്കുന്നു. പടച്ചവനെ, എന്നെ നീ മുക്കേണമേ, എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ടെങ്കിൽ. അള്ളാഹു തിരുത്തി കൊടുത്തു, ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അല്ല, ഒരിക്കലുമല്ല ഇത്. ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. തത്തുല്യമായ സംഭവം മുഅത്ത എന്ന ഹദീത്ത് ഗ്രന്ഥമുണ്ട്. ലോകത്തെ ആദ്യത്തെ ഹദീത്ത് ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് സാങ്കേതികമായ ഉത്തരം കിതാബുൽ മുഅത്ത ലിൽ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ദാരുൽ ഹിജ്റ, മദീന കണ്ട ലോകം കണ്ട പ്രഗൽഭനായ ഇമാം, മദീന ലോകത്തിന് സമ്മാനിച്ച ഇമാം, മാലിക്കി മദ്ഹബിന്റെ പ്രഗൽഭനായ പണ്ഡിതൻ ഇമാമായ മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരെഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് അൽ മുഅത്ത എന്നത്. പ്രിന്റഡ് ആണ്, കാണാൻ കിട്ടും. പക്ഷേ കിതാബ് ഓതാൻ പറ്റും, ഉസ്താദുമാർ മുതഅല്ലിമീങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ പ്യൂർ ഹദീസ് അല്ല, അതിലൊരുപാട് ഫിഖ് ഉണ്ട്, കർമ്മശാസ്ത്ര നിയമങ്ങളുണ്ട്. അതുകൊണ്ട് പ്യൂർ ഹദീസ് ഗ്രന്ഥമായിട്ട് അതിനെ കാണാറില്ല. ഹദീസും ഫിഖും കലർന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് മുഅത്തയെ അത്രക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അങ്ങ് പരിചയപ്പെടാതെ പോകുന്നത്. പക്ഷേ ആദ്യമായി ഹദീസിന്റെ സമാഹരണം നടന്നത് മുഅത്തയിലാണെന്നാണ്. ഇമാം സുഹരി തങ്ങൾക്ക് മുഅത്ത എന്ന ഗ്രന്ഥം ഉണ്ടായിരുന്നു. പലർക്കും ഉണ്ട്. മുഅത്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തു സമ്മതിച്ചത് അതിനർത്ഥം. അപ്പൊ അന്ന് ചില ആളുകൾ ഇങ്ങനെ ചില കുശുകുശു, മാലിക് എന്ന ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, ഒരു ഹദീസിന്റെ സമാഹരണം മുഅത്ത, വെറുതെ ആളാവാൻ വേണ്ടി ചെയ്തതായിരിക്കും. ആളുകൾ പറയാൻ തുടങ്ങി. കുറച്ചാളുകൾ പറഞ്ഞത് മഹാന്റെ ചെവിയിലെത്തി. മഷിപുരണ്ട് എഴുതിയ 100 കണക്കിന് പേജുകൾ എടുത്തുകൊണ്ട് ഇമാം മാലിക് എന്നവര് ഒരു കുളത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്നു. അല്ലാഹുവേ, ഞാൻ ഈ ഹദീത്തുകൾ രേഖപ്പെടുത്തിയത്, ഈ ഹദീത്തുകളെ ഞാൻ ഇങ്ങനെ സമാഹരിച്ചു വെച്ചത്, അതിൽ എൻ്റെ നീയത്ത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ, എൻ്റെ നീയത്ത് നിനക്ക് ഇഖ്ലാസോടുകൂടെ ഉള്ള നീയത്തല്ലെങ്കിൽ, പടച്ചവനെ, ഈ കിതാബ് ഞാൻ വെള്ളത്തിലേക്ക് എറിയുകയാണ്. ആ മഷി പരന്ന് അത് നശിച്ചു പോകണം. അല്ല, നിനക്കത് തൃപ്തിയാണെങ്കിൽ, എൻ്റെ നീയത്ത് നിനക്ക് കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ മഷി പോലും നഷ്ടപ്പെടാതെ, മഷി പോലും പരന്നു പോകാതെ നീ ഈ ഹദീസ് ഗ്രന്ഥത്തെ സംരക്ഷിക്കണേ റബ്ബേ. ഇത് പറഞ്ഞ് വെള്ളത്തിലേക്ക് എറിഞ്ഞ മഹാനാണ് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. എടുത്തു നോക്കുമ്പോ ഒരക്ഷരത്തിന്റെ മഷി പോലും വെള്ളം പുരണ്ടില്ല. ആ ഗ്രന്ഥമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. ഇന്നുമുണ്ട് കിതാബുൽ മുഅത്ത. അള്ളാഹുവിന്റെ വലിയൊരു കറാമത്ത്, അള്ളാഹു നൽകിയ കറാമത്ത്. അംബിയാഇന് മുഅ്ജിസത്തുകൾ ഉണ്ടാകുന്ന പോലെ അള്ളാഹുവിന്റെ ഔലിയാഇന് അള്ളാഹു നൽകുന്ന ഭൗതികമായ കഴിവുകളാണ് കറാമത്ത് എന്ന് പറയുന്നത്. മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ആഴമേറിയ ദിജ്ലയിൽ മുങ്ങാതെ അദ്ദേഹം ഒരു പോറലും ഏൽക്കാതെ രക്ഷപ്പെട്ടു വരികയാണ്. മഹാനവറുകളെ രക്ഷപ്പെട്ടു എന്ന് കണ്ടപ്പോ താൻ ചീഫ് ജഡ്ജ് സ്ഥാനം ഏറ്റെടുത്തില്ല എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ മഹാനവറുകളെ കുരിശിൽ കൊണ്ടുപോയി തറച്ചു. കുരിശ് എന്ന് പറഞ്ഞ നമ്മുടെ തെങ്ങ് പോലെയുള്ളത്, വലിയ മരങ്ങൾ നാട്ടിവെച്ച് കുറുകെ ഒരു മരവും വെച്ച് കുരിശ് പോലെ കൈകാലുകൾ പിടിച്ചു കെട്ടി അന്നം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ പൊരിവെയിലത്ത് മഹാന്മാരെ കെട്ടിയിട്ട് ദാരുണമായി കൊന്നുകളയുന്ന രംഗം. മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ കുരിശിൽ തറക്കപ്പെട്ട ഒരു മഹാനാണ്. താബിഈങ്ങളിൽ പ്രമുഖനായ മഹാനാണ് മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അന്ന് താബിഈങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. കൂഫയിൽ മഹാനവറുകളെ പിടിച്ചുകെട്ടി നിൽക്കുന്ന അങ്ങാടിയിൽ ജനങ്ങളിത് കാണാൻ വരുമ്പോ ആ കാണാൻ വരുന്ന കൂട്ടത്തിൽ താബിഈങ്ങളുണ്ട്, താബിഈങ്ങളുണ്ട്. അവരിൽപ്പെട്ട ചില മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ മഹാനെ നോക്കി നിൽക്കുമ്പോ, മഹാനവറുകൾക്കന്ന് ജീവനുണ്ട്, മരണം സംഭവിച്ചിട്ടില്ല, താഴേക്ക് തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ചില മുതഅല്ലിമീങ്ങൾ സമയം കളയുന്നത് കാണുമ്പോ, അൻത തൻദുറു ഇലയ്യ വതഖിഫു മഅൻ നദാറ ലാ തഫഅൽ ഫഇന്നി അഖ്ശാ അൻ യുൻസില അലൈക അല്ലാഹു സഖത.
മുതഅല്ലിമേ, എന്നെ കാണാൻ വേണ്ടി സാധാരണക്കാർ എൻ്റെ മുഖത്ത് നോക്കി നിൽക്കുന്ന പോലെ സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ, ന്യായത്തിൻ്റെ പക്ഷം നിന്നതിൻ്റെ പേരിൽ, ഒരു ഭരണാധികാരിക്കും ഓശാന പാടാൻ ഞാനില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സത്യം സത്യമായി വിളിച്ചു പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏൽപ്പിച്ചു തരുന്ന ഈ അപ്പക്കഷ്ണങ്ങൾ എനിക്ക് വേണ്ട എന്ന് നിരസിച്ചതിൻ്റെ പേരിൽ എന്നെ ഇങ്ങനെ കുരിശിൽ തറച്ചത് കാണുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി സമയം കളയുകയാണോ നിങ്ങൾ? ഞാൻ പേടിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അദാബ് നിങ്ങൾക്ക് ഇറങ്ങി വരും, നിങ്ങളുടെ തലയിലേക്ക് വീഴും. അതുകൊണ്ട് ഇദ്ഹബ് അന്നീ, എൻ്റെ മുമ്പെന്ന് പോയി കിതാബോധി പഠിക്കുക എന്ന് മുതഅല്ലിമീങ്ങളോട് കുരിശിൽ തറക്കപ്പെട്ട മഹാനവറുകൾ താഴേക്ക് നോക്കി വിളിച്ചു പറഞ്ഞത് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറയുന്നത്, പണ്ഡിതന്മാരിൽ അസാധ്യമായ ധൈര്യവും അപാരമായ ധാർമ്മിക ബോധവും ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ പോലും സത്യം മുറുകെ പിടിച്ചുകൊണ്ടല്ലാതെ തിന്മയുടെ ഓരം ചേർന്നുകൊണ്ട് ഒരു നിലപാടിലും കോംപ്രമൈസ് ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞ ഒരു തലമുറയുടെ പിന്മുറക്കാർ, ആ മഹാന്മാരിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഇത് സധൈര്യം ഉമ്മത്തിന്റെ മുമ്പിൽ പറയേണ്ടതുണ്ട്. ധർമ്മം ധർമ്മമായും സത്യം സത്യമായും ആലിമീങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ പറയാനുള്ളത്? അള്ളാഹുവിന്റെ കിതാബും പരിശുദ്ധ ഹബീബിന്റെ സുന്നത്തും ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആലിമീങ്ങളാണ്. പണ്ഡിതന്മാർ, അമ്പിയാക്കന്മാർ ചെയ്യുന്ന ദൗത്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ വായ മൂടിക്കെട്ടുന്നത് ഒരു മഹല്ല് കമ്മിറ്റിയോ ആരാണെങ്കിലും സംഘടനാ നേതൃത്വങ്ങളാണെങ്കിൽ പോലും ആലിമീങ്ങൾക്ക് പറയാനുള്ളത് ഇൽമാണ്, അറിവാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ അറിവുകളാണ്. അത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും പറ്റുന്നത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടവർ. എന്നാൽ അത്തരം ആളുകൾക്ക് പറയാൻ പോലും അവസരം നൽകാതെ, അവരെ ഒരിക്കലും നാവനക്കാൻ പോലും വിടാതെ അവർക്ക് കൂച്ചുവിലങ്ങുകൾ ഇടുന്നതാണോ സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്? അതല്ല. ആലിമീങ്ങൾ സധൈര്യം സത്യം വിളിച്ചു പറയുമ്പോൾ അവരുടെ കൂടെ നിന്ന് സത്യത്തെ വിജയിപ്പിക്കേണ്ടവരല്ലയോ നമ്മൾ? അതുകൊണ്ട് തിന്മകൾ തിന്മകളാണെന്നും നന്മകൾ നന്മകളാണെന്നും വേർതിരിച്ച് ഉത്തരവാദിത്വബോധത്തോടുകൂടെ തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കുള്ള പോലെ അതനുസരിക്കേണ്ട ബാധ്യത സാധാരണക്കാർക്കുണ്ട്. മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ജീവന് ഭീഷണി ഉണ്ടായൊരു നേരത്ത് ആ കുരിശിൽ കടന്നുകൊണ്ടാണ് മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്നത്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ എന്ന് പറയുന്ന മഹാനവറുകളെ ഇതുപോലെ ക്രൂരമായി ശിക്ഷയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ മഹാന് വേണ്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. റബ്ബേ, സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ, ഇമാം ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ ഒരു താടന പീഡനത്തിന് വിധേയമാകുന്നത്. അല്ലാഹുമ്മ സബ്ബിത്ഹു, റബ്ബേ ആ കാലുകൾക്ക് നീ ഉറപ്പ് കൊടുക്കണമേ, ഒരിക്കലും അടിപതറാതെ നിർത്തേണമേ എന്ന് മഹാനായ ഖുസാഇ തങ്ങൾക്ക് വേണ്ടി അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ ദുആ ചെയ്തു കൊടുക്കുന്നു. വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ഒരു ചർച്ച നടക്കുന്ന കാലം, അന്നത്തെ ബിദ്അത്തിന്റെ ആശയക്കാർ രംഗപ്രവേശനം ചെയ്ത കാലം. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ മഖ്ലൂഖല്ലാത്ത കലാമാണ്. അല്ലാഹു സൃഷ്ടിക്കപ്പെട്ടവനല്ല, അല്ലാഹു സ്രഷ്ടാവാണ്. ലം യലിദ് വലം യൂലദ്, അല്ലാഹുവിന് ജന്മം കൊടുത്ത ഉമ്മയോ ഉപ്പയോ ഇല്ല. അല്ലാഹു ഒരു മക്കൾക്കും അല്ലാഹു ജന്മം കൊടുത്തിട്ടുമില്ല. അല്ലാഹു സൃഷ്ടിച്ചതാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സ്വമദാണ്, സ്വയം പര്യാപ്തനാണ്, എല്ലാവരും അവനെ ആശ്രയിക്കുന്നവനാണ്. എന്നാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ആരാലും സൃഷ്ടിക്കപ്പെടാത്ത the uncreated creator of the universe, ആ പടച്ചുതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്. ആ റബ്ബിന്റെ 99 ആട്രിബ്യൂട്ട്സ്, അള്ളാഹുവിന്റെ നാമഗുണങ്ങളാണ്, ഗുണവിശേഷണങ്ങളാണ്. അള്ളാഹുവിന്റെ 99 ഇസ്മുകൾ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സിഫാത്തുകൾ. ആ സിഫാത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. തൗഹീദുൽ ഇബാദ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അള്ളാഹു ഏകനാണ് എന്ന് പറയുന്ന തൗഹീദിനെ 3 വിഭാഗമാക്കി പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന് തൗഹീദുൽ ഇബാദ, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ നമുക്ക് സമർപ്പിക്കാൻ കഴിയൂ. 2 തൗഹീദുർ റുബൂബിയ്യ, ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകൻ അള്ളാഹു എന്ന ഏകനായ റബ്ബ് മാത്രമാണ്. സുബ്ഹാനക യാ റബ്ബ്.
3 തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അല്ലാഹുവിന്റെ നാമങ്ങളും അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളും. അല്ലാഹു എല്ലാം കാണുന്നവൻ, അല്ലാഹു എല്ലാം കേൾക്കുന്നവൻ, അല്ലാഹു ജീവൻ നൽകുന്നവൻ, അല്ലാഹു മരണം നൽകുന്നവൻ, അല്ലാഹു പുനർജന്മം നൽകുന്നവൻ, അല്ലാഹു ശിഫ നൽകുന്നവൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് സൃഷ്ടിപ്പ് നടത്തിയത്, അവനാണ്, അല്ലാഹുവാണ് ഡിസൈനുകൾ ചെയ്തത്. അൽ മുബ്ദിഅ, അല്ലാഹുവാണ് സൃഷ്ടിപ്പ് നടത്തിയത്. അൽ ഖാലിഖ്, അൽ ഹയ്യുൽ ഖയ്യൂം, അൽ അസീസുൽ ഹകീം, അൽ അലീമുൽ ഖബീർ. ഇത് അല്ലാഹുവിന്റെ ഇസ്മുകളാണ്. ഈ നാമങ്ങൾ അല്ലാഹുവിന് മാത്രമേ, ആ നാമങ്ങളുടെ ശരിയായ അർത്ഥമെന്തോ ആ അർത്ഥങ്ങൾ അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ മുവഹിദുകളാകുന്നത്, മുഅ്മിനുകളാകുന്നത്. എല്ലാം കേൾക്കുന്നത് അല്ലാഹു മാത്രമാണ്, എല്ലാം അറിയുന്നത് അല്ലാഹു മാത്രമാണ്, ജീവൻ നൽകാൻ കഴിയുന്നത് അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശേഷണങ്ങളിൽ ഒന്നുപോലും ഒരു സൃഷ്ടിക്കും ബാധകമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യരായിട്ട് നാമത്തിലോ വിശേഷണത്തിലോ അല്ലാഹുവിനോട് കിടപിടിക്കാനുള്ളവരായി ഒന്നുമേ ആരുമേ ഇല്ല. അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ. അല്ലാഹു അസലിയാണെങ്കിൽ, ഒരു തുടക്കമില്ലാത്തവനാണെങ്കിൽ, അല്ലാഹുവിന്റെ ദാത്തിന്റെ സിഫത്താണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ കലാമാണ്, റബ്ബിന്റെ സംസാരമാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമായതിന്റെ പേരിൽ അല്ലാഹു സൃഷ്ടിക്കപ്പെടാത്തവനാണ്, റബ്ബിന്റെ സംസാരവും സൃഷ്ടിക്കപ്പെടാത്തതാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ അഖീദ. അന്ന് മുബത്തദിഉകളായ ആളുകൾ അധികാരത്തിലേറ്റു. ആ അധികാരത്തിൽ വന്നപ്പോഴേ അന്നത്തെ ഭരണാധികാരികളെ ബിദ്ഈ ചിന്തക്കാർ സ്വാധീനിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഭരണാധികാരിയായിരുന്നു അൽ മഅ്മൂൻ, ഹാറൂൻ റഷീദിന്റെ മകൻ മഅ്മൂൻ. അൽ മുഅ്തസിം ബില്ലാഹ് എന്ന് പറയുന്ന ഭരണാധികാരികളെ അവര് പറഞ്ഞു, ഖുർആൻ സൃഷ്ടിയാണ്. ഏത് ഖുർആൻ? പേപ്പറിനെ കുറിച്ചല്ല പറയുന്നത്, ഖുർആന്റെ മഷിയെ കുറിച്ചല്ല പറയുന്നത്, ഖുർആന്റെ കെട്ടിനെ കുറിച്ചും മട്ടിനെ കുറിച്ചുമല്ല പറയുന്നത്. അത് സൃഷ്ടിക്കപ്പെട്ടതാണ്, പേപ്പർ ഉണ്ടായതല്ലേ. എന്നാൽ അല്ലാഹുവിന്റെ കലാമായി നമ്മൾ ഓതുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ കലാമ് അല്ലാഹുവിന്റെ ദാത്തിന്റെ സിഫത്താണ്, അതൊരിക്കലും സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇതാണ് നമ്മുടെ ശരിയായ വിശ്വാസം, ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന ഒരു വാദം അന്ന് വന്നു. എന്തിന്? എന്താ വലിയ കുഴപ്പം തോന്നുന്നുണ്ടാവും? ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വന്നാൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാ, നമ്മൾ മരിക്കും, കുട്ടികളാകും, പ്രായമാകും, വാർദ്ധക്യമാവും, മരിച്ചു പോകും. ചേഞ്ച് വരും. സൃഷ്ടിക്കപ്പെട്ടത് തജദ്ദുദ് ഹുദൂത്ത് സംഭവിക്കും. സൃഷ്ടിക്കപ്പെട്ടതിന് മാറ്റങ്ങൾ വരും. കലാം, അല്ലാഹുവിന്റെ കലാം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വന്നാൽ ആ കലാം തിരുത്തണം എന്ന വാദം അതിൻ്റെ കൂടെ വരും. ഖുർആനിൽ തിരുത്തലുകൾ വേണമെന്ന് അതിനെ തുടർന്ന് ആരോപണങ്ങൾ വരും, അവകാശവാദങ്ങൾ വരും. അത് വരാതിരിക്കാനാണ് മഹാന്മാർ ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് വാദിക്കാൻ കാരണം. ആ വിഷയത്തിൽ ഇടപെട്ട ഒരു സംഭവമാണ് അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ തങ്ങളുടേത്. മഹാനായ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനായ പണ്ഡിതൻ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടി അല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലാത്ത, മഖ്ലൂഖല്ലാത്ത റബ്ബിൻ്റെ കലാമാണ്. ഈ ആശയം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെ ഉറച്ചു നിന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ചവരാണ്. കാരണം ഖുർആൻ സൃഷ്ടിയാണ് എന്നൊരു വാദമുണ്ടായാൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന വാദം അതിൻ്റെ പിന്നിൽ വരും. ഖുർആനാണെങ്കിലോ തിരുത്തപ്പെടാതെ നിലനിൽക്കേണ്ട അള്ളാഹുവിൻ്റെ അജയ്യമായ അള്ളാഹുവിൻ്റെ കലാമാണ്. അന്നത്തെ അൽ വാസിഖു ബില്ലാഹ് എന്ന് പറയുന്ന ഭരണാധികാരി അള്ളാഹുവിൻ്റെ ഈ കലാമിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ മഹാനവറുകളെ വലിയ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയുണ്ടായി. മഹാനവറുകൾ പിടിച്ചു നിന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് ഭരണാധികാരി പറഞ്ഞു തുടങ്ങിയപ്പോൾ മഹാനായ അല്ലാമത്തുൽ ഖുസാഇ തങ്ങൾ പറഞ്ഞു ഖലീഫയോട്, അൽ വാസിഖു ബില്ലയോട്, കൈഫ തതകല്ലം ഫീ മസായിലിൽ ഇൽം വഅൻത ലാ തുത്ഖിനുഹാ.
ഇൽമിന്റെ മസ്അലകൾ നിങ്ങൾ എങ്ങനെയാണ് പറയാ? അത് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ലല്ലോ എന്ന് ഭരണാധികാരിയോട് തിരിച്ചു ചോദിച്ചു മഹാനവറുകൾ. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ അൻത നുത്ഫത്തു സക്റാനിൻ ഫീ റഹ്മി ഖൈന. പാട്ടുപാടുന്ന നൃത്തം ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് കടന്ന, കള്ളുകുടിച്ച ഒരു പിതാവിന്റെ ബീജകണമായിരുന്നു നീ. ഉമ്മുക ഖാനത് അമ, നിന്റെ ഉമ്മ ഒരു അടിമ സ്ത്രീയായിരുന്നു എന്ന് പറഞ്ഞ് ഗൗരവമായ സംസാരിക്കേണ്ടി വന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് അദ്ദേഹം പറഞ്ഞപ്പോൾ കുരിശിലേറ്റാൻ പറഞ്ഞു. മഹാനവർ കുരിശിൽ തറക്കപ്പെടുകയാണ് ഉണ്ടായത്. ആലോചിച്ച് നോക്കി, മഹാനായ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ കുരിശിൽ തറക്കപ്പെടുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നവർ പറയുന്നു, ഹാദാ റജുലുൻ ഖദ് ഖളാ മാ അലൈഹി, തന്റെ ബാധ്യത നിറവേറ്റിയ മഹാപണ്ഡിതനാണ് ഇദ്ദേഹം. സുലിബ മുസിറൻ അലൽ അഖീദത്തി സ്വഹീഹ, സത്യസന്ധമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ ത്യാഗം അനുഭവിച്ച മഹാനാണിവർ. അല്ലാഹുമ്മ തബ്ബിതുഹു, അല്ലാഹുവേ അടിയുറപ്പിച്ചു നിർത്തേണമേ. ദീനിന്റെ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോ the utmost respects, ഏറ്റവും വലിയ ബഹുമാനം അള്ളാഹുവിനോടും റസൂലിനോടും കാണിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അവർ ശാരിഅാണ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളവരാണ് അള്ളാഹും അവന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബിനെ കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചോ ഏതെങ്കിലും അപമര്യാദയായ വാക്കുകൾ വരുമ്പോഴേക്കും ഇടപെടാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. മുഅ്മിനീങ്ങൾ പരസ്പരം മുഅ്മിനീങ്ങൾക്ക് തിരുത്തി കൊടുക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറയുമ്പോൾ ഒരു പ്രവാചകൻ എന്ന് മാത്രം പറഞ്ഞു പോകുന്നത് ഹബീബിനോട് ചെയ്യുന്ന അനാദരവാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന്റെ കൂടെ സ്വലാത്ത് ചൊല്ലിയിരിക്കണം. കുട്ടികളൊക്കെ നമ്മൾ പ്രസംഗം പഠിപ്പിക്കുമ്പോഴേ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു. പ്രവാചകൻ എന്ന വാക്ക് മലയാളത്തിൽ എന്താ അർത്ഥം എന്നറിയോ? പ്രവചിക്കുന്ന ആൾ എന്നാണ്. പ്രൊഫസി, പ്രവചനം നടത്തുന്ന ആൾ എന്ന വാക്കർത്ഥം നമ്മൾ നബിക്ക് ഉപയോഗിക്കും. പ്രവാചകൻ എന്ന് പറഞ്ഞ് നിർത്തല്ലേ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് അതിന്റെ കൂടെ ചൊല്ലണം, പഠിപ്പിക്കണം. ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം എന്ന പദപ്രയോഗം ഒരു കൂസലുമില്ലാതെ പറയുന്നവർ എത്രയോ ആളുകളിൽ കാണാൻ പറ്റും. അങ്ങനെ പറയല്ലേ, അവർ, അങ്ങ്, അവിടുന്ന് എന്ന് മലയാള ഭാഷയിൽ ബഹുമാനത്തിന് സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ, സർവനാമങ്ങൾ ഉണ്ടെങ്കിൽ ആ നാമങ്ങൾ ഉപയോഗിച്ചേ ഹബീബിന്റെ പേര് പറയാവൂ. മഹാനായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ അറിയപ്പെട്ട മഹാനായി മാറിയ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് ഷാമിലൂടെ നടന്നു പോകുമ്പോ അങ്ങാടിയിൽ കണ്ട ഒരു കടലാസിന്റെ കഷ്ണം, അതിൽ അള്ളാഹുവിന്റെ ഇസ്മ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇസ്മ എഴുതി വെക്കപ്പെട്ട കടലാസ് കണ്ടപ്പോ അത് കൈകളിലെടുത്ത് കൈകൊണ്ടതിന്റെ പൊടിയെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കണ്ണിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട്, ഇസ്മുൽ ഹബീബി യുദാസ്. അല്ലാഹുവേ, മെഹബൂബായ നിന്റെ നാമം കാലുകൊണ്ട് ആളുകൾ ചവിട്ടുകയോ, ഇസ്മുൽ ഹബീബി യുദാസു ഫിത്തുറാബ്, മെഹബൂബായ എൻ്റെ റബ്ബിന്റെ നാമം കാലുകൊണ്ട് ആളുകൾ ചവിട്ടുകയോ. ആ ബഹുമാനം കലർന്ന മഹാന്റെ പ്രവർത്തനമാണത്രേ വിലായത്തിന്റെ മർത്തബകളിലേക്ക് എത്താൻ നിമിത്തമായത്. ഒരു കടലാസിന്റെ കഷ്ണത്തിൽ അള്ളാന്റെ ഇസ്മ വെച്ചത് ബഹുമാനിച്ചതിന്റെ പേരിൽ. നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കുന്നവർ, മുസ്ഹഫ് എടുത്ത മദ്രസയിലേക്ക് പോകുന്ന മക്കൾ, ആ മദ്രസ കഴിഞ്ഞു വന്നാൽ അത് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ കിച്ചണിലോ എവിടെയെങ്കിലും ഇരിക്കുന്നിടത്തോ വെച്ചു പോകുന്നത് കാണുമ്പോൾ മക്കളോട് പറഞ്ഞു കൊടുക്കണേ, മുസ്ഹഫ് ഇവിടെയാണ് വെക്കേണ്ടത് മോനെ, ഇത് അല്ലാഹുവിന്റെ കലാമാണ്, ഇതിനോളം മഹത്വമുള്ള മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല മോനെ. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്നിടത്തത് വെച്ചുകൂടാ, ബഹുമാനം കുറഞ്ഞിടത്തത് വെച്ചുകൂടാ, അത് ഉന്നതങ്ങളിൽ നിൽക്കണം, ഉയരത്ത് നിൽക്കണമെന്ന് നമ്മുടെ മക്കളോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കലാണ്. അതൊരു നസ്വീഹത്താണ്. അത് കുറഞ്ഞു പോകുന്ന കാലഘട്ടമല്ലയോ ഇത്? അദ്ദീനു അന്നസ്വീഹ, ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും കഴിഞ്ഞിട്ട് മാത്രമേ ഒരു മുഅ്മിനിന് മറ്റൊന്നുമുള്ളൂ.